Hi friends, welcome to anasvlogs. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ കായ്പോല. ഇത് ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. കുറച്ച് സാധനങ്ങൾ മതി. ഒരു 2 പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ 1 കപ്പ് പഞ്ചസാര പിന്നെ 4 മുട്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ ഫുൾ ആയിട്ട് കാണുക. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ഇനി നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കാനൊന്ന് നോക്കാം. സോ ആദ്യം നമുക്ക് പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു കേക്കാണ് കേട്ടോ. ഈസി ആയിട്ട് ഒരു കേക്ക് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, അതും പഴം വെച്ചിട്ട്. പിന്നെ കുട്ടീസിനൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. സോ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പഴത്തിന് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത പഴമൊക്കെ ഒരു ബൗളിൽ മാറ്റി വെക്കാം. നമ്മുടെ അടുത്ത് 2 പഴവും ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ 4 മുട്ട മിക്സിൻ്റെ ജാറിൽ പൊട്ടിച്ചൊഴിക്കാം. അടുത്ത ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ പോണ തവയിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായ ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. സിമ്മിൽ വെച്ചിട്ടാക്കിയാൽ മതി. ഇതിപ്പോൾ ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആവുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. സോ നമുക്കൊരു കപ്പിൽ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സിമ്മിൽ വെച്ചിട്ട് ആക്കിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്കൊന്ന് ഫ്രൈ ആവണം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈ മുട്ടയും പഞ്ചസാരയില്ലേ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് നല്ലോണം സിമ്മിലാക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഇതുപോലെ നമുക്കൊന്ന് അടച്ച് വെക്കാം. ഓക്കെ, 10 മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം. വാവ്, സൂപ്പറായിട്ടുണ്ട് കാണാൻ. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു. പക്ഷെ 1 സൈഡേ വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത സൈഡ് നമുക്ക് തിരിച്ചിടണം. ഇതൊന്ന് നമുക്കിപ്പോൾ തിരിച്ച് ഇടാം കേട്ടോ. ഇതുപോലെ നമ്മൾ പാന് മൂടി വെച്ചിട്ടുള്ള പ്ലേറ്റിൽ ഇങ്ങനെ തിരിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ സൈഡ് നമുക്കിപ്പോൾ ഒരു 10 മിനിറ്റ് സിമ്മിലാക്കി വെച്ചിട്ട് വേവിക്കാം. അപ്പോഴേ അടച്ചു വെച്ച പോലെ ഇപ്പോഴേ നമുക്ക് അടച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്നൊന്ന് കാണണ്ടേ.
ഓപ്പൺ ഓപ്പൺ ഓപ്പൺ. വാവ്, സൂപ്പറായിട്ടുണ്ട് കാണാൻ. ഓക്കെ, ഇത് നമുക്കൊരു പ്ലേറ്റിൽ സെർവ് ചെയ്ത് വയ്ക്കാം. സോ ഇതാണ് കേട്ടോ നമ്മുടെ മലബാർ സ്പെഷ്യൽ കായ്പോല. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് കൂടി കേക്ക് വേണ്ടേ? അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യോ, ഒന്ന് വേഗം കട്ട് ചെയ്ത് കൊടുക്കണേ. വ്യൂവേഴ്സൊക്കെ വെയിറ്റിങ്ങിലാണ്. വേഗം വേഗം വേഗം. ഇതാണ് നിങ്ങൾക്കുള്ള പീസാണ് കേട്ടോ. ഇതെല്ലാം എൻ്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കുമാണ് ഈ പീസ് ഉള്ളത്. ആദ്യം നിങ്ങൾക്കാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു നല്ല വീഡിയോ നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ.